ഇതെൻ്റെ വളകാപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. പക്ഷേ എനിക്കിടാൻ പറ്റിയില്ല. ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്ത് എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷേ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഡെലിവറി സ്റ്റോറി ആയിട്ട് ഇടാമെന്ന്. അപ്പോൾ 9ാം മാസത്തെ സ്കാനിങ് കഴിഞ്ഞ് ചെന്നപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു നമുക്ക് മാർച്ച് 11 അഡ്മിഷൻ എടുക്കണമെന്ന്. അങ്ങനെ രാവിലെ 8:30ക്കാണ് അഡ്മിറ്റ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടമ്മമാരും ഞാനും അച്ഛനും പിന്നെ മുത്തും കൂടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോയി. അവിടെ എത്തി 8 മണി 8:15 ആയപ്പോഴേക്കും ഞങ്ങളവിടെ എത്തി. എന്നെ കാണിച്ചിരുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ കൊടുങ്ങല്ലൂരായിരുന്നു. അങ്ങനെ അഡ്മിഷൻ പ്രോസസ്സൊക്കെ എടുത്ത് ഒരു 10 മണിയൊക്കെ ആയപ്പോൾ അഡ്മിഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ വാർഡിലോട്ട് പറഞ്ഞു വിട്ടു. ലേബർ റൂം താഴെയും വാർഡ് മുകളിലുമായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വേറെ ആരെയും നമുക്ക് കാണാനും പറ്റില്ല. നമ്മളായിട്ട് അമ്മയ്ക്ക് ഇറങ്ങാം, പേഷ്യൻസിന് താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ വേറെ ആരായിട്ടും കാണാൻ പറ്റില്ലായിരുന്നു, വേറെ ആരെയും ഉള്ളിലോട്ട് അലോ ചെയ്യില്ലായിരുന്നു. അങ്ങനെ കയറി കഴിഞ്ഞു. രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ഉച്ചത്തൊക്കെ ഫുഡൊക്കെ കഴിച്ച് എന്നെ ലേബർ റൂമിലോട്ട് വിളിച്ചു. അങ്ങനെ വാർഡിൽ ചെന്നപ്പോൾ എല്ലാവരുമായിട്ട് കമ്പനിയൊക്കെ ആയിട്ട് കുറേ പേരുണ്ടായിരുന്നു. നമ്മൾ സംസാരിച്ച് എല്ലാവരുമായിട്ട് അങ്ങനെ കമ്പനിയൊക്കെ ആയി. അപ്പോൾ ഞാനും വേറൊരു കുട്ടിയും മാത്രമേ ഫസ്റ്റ് ഡെലിവറി ആയിട്ട് വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും സെക്കൻഡും തേർഡൊക്കെ ആയിട്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ടെൻഷൻസൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. വേറെ ആരെയും കാണാൻ പറ്റില്ല. പിന്നെ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കോളൊന്നും അലോ ചെയ്യില്ലായിരുന്നു. അതേപോലെ ഒന്നും വീഡിയോ എടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് വേറെ ആരെയും കാണാനും പറ്റില്ലല്ലോ, അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു. അമ്മക്ക് പുറത്തിറങ്ങിയ ഫുഡൊക്കെ മേടിക്കാൻ പോകുമ്പോൾ അവരെ കാണാം, പക്ഷെ എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും എന്നെയും കൂടെ ഉണ്ടായിരുന്ന കുട്ടിയില്ലേ ഫസ്റ്റ് ഡെലിവറി എന്ന് പറഞ്ഞാൽ ആ കുട്ടീനെയും കൂടി ലേബർ റൂമിലേക്ക് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ ചെന്ന് ക്യാനുലേക്ക് ഇട്ട് അത് കഴിഞ്ഞിട്ട് വികസനത്തിന് വേണ്ടി ട്യൂബ് ഇട്ടു. അപ്പോൾ വികസിക്കുമ്പോൾ ട്യൂബ് പുറത്ത് പോരുമെന്നുള്ളൂ. അങ്ങനെ ഇട്ട് ഞങ്ങളെ വാർഡിലേക്ക് പറഞ്ഞു വിട്ടു. പക്ഷേ എനിക്ക് വേദന വന്നിട്ടുണ്ടായിരുന്നില്ല. കൂടെ ഉണ്ടായ കുട്ടിക്ക് വേദന വന്ന് ട്യൂബ് പൊട്ടിയിട്ടുണ്ടായിരുന്നു, ട്യൂബ് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ടെൻഷനായി, എന്താ എനിക്ക് വേദന വരാത്തതെന്ന് വിചാരിച്ച്. എനിക്ക് ജസ്റ്റ് ആ ട്യൂബ് ഇട്ടതിൻ്റെ ഒരു പെയിൻ ഉണ്ടായിരുന്നു, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു അവൾ നന്നായിട്ട് നടന്നുകൊണ്ടാണ് അവളുടെ വേഗം പോയത്, നീ നല്ലോണം നടക്കുന്നു പറഞ്ഞു. എന്നിട്ട് ഞാൻ നടന്നു, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറച്ചൊക്കെ നടന്നു. എന്നിട്ടും എനിക്ക് പ്രത്യേകിച്ച് വേദന വന്നൊന്നുമില്ല. ആ ട്യൂബ് ഇട്ടതിൻ്റെ ഒരു വേദന അത്ര മാത്രം, അല്ലാണ്ട് ഭയങ്കര വേദന ഒന്നും വന്നില്ല. അങ്ങനെ ഇടയ്ക്ക് സിസ്റ്റേഴ്സ് വന്ന് ചോദിക്കുന്നുണ്ട് ട്യൂബ് പോകുന്നൊക്കെ. അപ്പം ഞാൻ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പം എനിക്കും പേടിയായി തുടങ്ങി, അയ്യോ എൻ്റെ മാത്രം ശരിയായില്ലല്ലോ, അവളുടെ ശരിയായി, എന്താണ് ഇങ്ങനെ ചോദിക്കണേ.